ഇനി നമുക്ക് പോകാനുള്ളത് മാധ്യമം ദിനപത്രത്തിന്റെ വാർത്തകളും വിശേഷങ്ങളിലേക്കുമാണ്. മാധ്യമം പത്രത്തിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി ഷൊർണൂരിൽ നിന്ന് റംല എം ഇക്ബാൽ നമ്മളോടൊപ്പം ചേരുന്നു. സ്വാഗതം ശ്രീമതി റംല എം ഇക്ബാൽ. നന്ദി പീജസ്. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് മാധ്യമം ദിനപത്രത്തിലെ ഏതാനും വാർത്തകളിലൂടെ അൻവറുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഒന്നാം പേജിൽ പ്രധാന വാർത്തയെ കൊടുത്തിരിക്കുന്നത്. ആഭ്യന്തര കലാപം ലൈവ്, പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി എന്നതാണ് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുമെന്ന് സുപ്രീം കോടതി. ബുൾഡോസർ രാജിനെതിരെയാണ് ഈ വാർത്ത. ഹസനുൽ ബന്ന ഡൽഹിയിൽ നിന്ന് നൽകുന്ന റിപ്പോർട്ടാണ്. പ്രതികളുടെ വീടുകളും വാണിജ്യ സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തുന്ന ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് ഇടപെടൽ. ഒരാൾ കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ പോലും വീട് ഇടിച്ചു നിരത്താനാവില്ലെന്ന് ഓർമ്മിപ്പിച്ച ജസ്റ്റിസ് BR ഗവായ് കേവലം പ്രതിയാക്കിയത് കൊണ്ട് മാത്രം എങ്ങനെ വീട് ഇടിച്ചു പൊളിക്കുമെന്ന് ചോദിച്ചു. കോടതികൾ കുറ്റവാളികൾ എന്ന് തീരുമാനിക്കും മുമ്പ് സർക്കാരും പോലീസും ചേർന്ന് രാജ്യവ്യാപകമായി ബുൾഡോസർ നീതി നടപ്പാക്കുന്നത് തടയാൻ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുമെന്ന് കോടതി വ്യക്തമാക്കി. ബുൾഡോസർ രാജ് ചോദ്യം ചെയ്ത സുപ്രീം കോടതിയെ സമീപിച്ച ഹർജിക്കാരോട് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. ഹർജികൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. ബദരിനാഥ് തനിച്ചല്ല, TC വാങ്ങി ഒപ്പം ചേർന്ന് ആദിലും ആതിഫും. ഉരുൾ ദുരന്തത്തിൽ ഒറ്റപ്പെട്ട കൂട്ടുകാരന് വേണ്ടി ഇരുവരും ഇനി മുണ്ടക്കൈ സ്കൂളിൽ പഠിക്കും എന്ന വാർത്ത മാധ്യമവും ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന, കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചു എന്നൊരു വാർത്ത. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ ആസ്ഥാനത്ത് ചേർന്ന മേൽനോട്ട സമിതി അംഗീകരിച്ചു. അണക്കെട്ടിന്റെ ഘടനാപരവും പ്രവർത്തനപരവുമായ സുരക്ഷയും ഭൂകമ്പം, പ്രളയം എന്നിവയിൽ നിന്നുള്ള സുരക്ഷയും പരിശോധിക്കും. 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. സുപ്രീം കോടതി ഉന്നതാധികാര സമിതി 2011 നടത്തിയ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം ആദ്യമായാണ് സ്വതന്ത്ര വിദഗ്ധ സമിതി പരിശോധനയ്ക്ക് അനുമതി നൽകുന്നത്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സാഹിത്യ പുരസ്കാരം MB മിനിക്ക് എന്നൊരു വാർത്തയുമുണ്ട്. അതുപോലെ സംസ്ഥാന അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. K ശശിധരനും മൈക്കിൾ ജോസഫിനും PG ദേവരാജനും അവാർഡുണ്ട്. വൈദ്യുതി നിരക്ക് പരിഷ്കരണം, ജില്ലയിൽ തെളിവെടുപ്പ് നാളെ എന്ന് പറഞ്ഞ പാലക്കാട് നിന്നൊരു വാർത്തയുണ്ട്. ബുക്കിംഗ് നിറഞ്ഞു കവിഞ്ഞ് KSRTC ബജറ്റ് ടൂറിസം പാക്കേജുകളുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത. ഓണക്കാലമായതിനാൽ ബസ്സുകളുടെയും തൊഴിലാളികളുടെയും കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്താൻ തടസ്സമാകുന്നു എന്നും പറയുന്നു. ഉത്രാടനാളിൽ പാചക തൊഴിലാളികൾ സത്യാഗ്രഹ സമരത്തിന് എന്നൊരു വാർത്ത പാലക്കാട് നിന്നുമുണ്ട്. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ഓണം അലവൻസും ഓണം അഡ്വാൻസും ഉടൻ അനുവദിക്കുക. ഫെസ്റ്റിവൽ അലവൻസ് തുക വർദ്ധിപ്പിക്കുക. ഓണം അഡ്വാൻസ് തുക 6000 രൂപ നൽകുക. അധ്വാന ഭാരം കുറയ്ക്കാൻ 250 കുട്ടികൾക്ക് ഒരു തൊഴിലാളിയും. മിനിമം വേതനം 900 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഉത്രാടനാളിൽ രാവിലെ 10:30 മുതൽ കോട്ട മൈതാനം മുഖ്യ കവാട പരിസരത്ത് പ്രതിഷേധ സത്യാഗ്രഹം അനുഷ്ഠിക്കും എന്നും ഒരു വാർത്ത. P ശശിയുടെ ധിക്കാര നിലപാടിനോട് യോജിക്കാനാവില്ലെന്ന് കാരാട്ട് റസാഖ് കോഴിക്കോട് നിന്നും. മുൻ കൊടുവള്ളി MLA-യും CPM സഹയാത്രികനുമായ കാരാട്ട് റസാഖ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ പരസ്യ നിലപാടുമായി രംഗത്ത്. P ശശിയുടെ ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ നിലപാടിനോട് CPM സഹയാത്രികർക്ക് യോജിക്കാൻ കഴിയില്ലെന്നാണ് കാരാട്ട് റസാഖ് ഫേസ്ബുക്കിൽ കുറിച്ചത്. PV അൻവർ MLA ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും P ശശിക്കുമെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് പ്രതികരണം. ഇതിനെ അനുകൂലിച്ചും പിണറായി സർക്കാരിനെ പഴിപറഞ്ഞും നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുകൾ ഇട്ടത്. P ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന പക്ഷം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മികച്ച രീതിയിൽ അന്വേഷണം നടക്കില്ലെന്ന് കാരാട്ട് റസാഖ് മാധ്യമത്തോട് പറഞ്ഞു. മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. നവജാത ശിശുവിനെ മാതാവും ആൺസുഹൃത്തും ചേർന്ന് കൊന്നു കുഴിച്ചുമൂടി എന്നൊരു വാർത്ത ചിത്രസഹിതം മാധ്യമം കൊടുത്തിരിക്കുന്നു. ചേർത്തലയിൽ നിന്നാണ് ആ വാർത്ത. തല മുണ്ടനം ചെയ്യാമെന്ന് സിമി റോസ്ബെൽ ജോൺ പറയുന്നു. CPM-മായി താൻ ഗൂഢാലോചന നടത്തിയെന്ന പ്രതിപക്ഷ നേതാവ് തെളിയിച്ചാൽ തല മുണ്ടനം ചെയ്ത് KPCC-ക്ക് സമർപ്പിക്കുമെന്ന് മുൻ AICC അംഗം സിമി റോസ്ബെൽ ജോൺ. കോൺഗ്രസ് പാർട്ടിയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിമി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട്, മൂർച്ചയേറിയ ചോദ്യങ്ങൾ ഉയർത്തി പ്രതിഷേധ സംഗമം. മുണ്ടക്കൈ വെള്ളാർമല സ്കൂളുകൾ മേപ്പാടിയിൽ തുടങ്ങി എന്ന വാർത്ത മാധ്യമം വിശദമായി കൊടുത്തിട്ടുണ്ട്.
തദ്ദേശ വകുപ്പിന്റെ വിചിത്ര നടപടി. സെസ് അടച്ചില്ലെങ്കിൽ കെട്ടിടങ്ങൾക്ക് നമ്പറില്ല. നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടങ്ങൾക്ക് കെട്ടിട നിർമ്മാണ സെസ് അടച്ചില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഒക്യുപ്പൻസി അഥവാ കെട്ടിട നമ്പർ കിട്ടാത്ത സ്ഥിതി. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് എന്നിവിടങ്ങളിലായി 11,000-ലധികം അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. 1998 സർക്കാർ ഉത്തരവ് പ്രകാരം തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് കെട്ടിട ഉടമ 1% സെസ് അടയ്ക്കണം. തൊഴിൽ വകുപ്പിനായിരുന്നു ഇതിന്റെ ചുമതല. കാര്യക്ഷമമായി മുന്നോട്ടു പോകാതെ വന്നപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ തുക കർശനമായി പിരിച്ചെടുക്കാൻ തൊഴിൽ വകുപ്പിന് നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞാണ് വാർത്ത പോകുന്നത്. കെട്ടിട നിർമ്മാണ സെസ് എന്ന ഇരുട്ടടി ഒരു ബോക്സ് ന്യൂസായി കൊടുത്തിരിക്കുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി സെസ് ക്ഷേമനിധിയിലേക്ക് അടയ്ക്കേണ്ടത് കരാറുകാരനാണ്. ഉടമ കെട്ടിടം നിർമ്മിക്കാൻ തുക നിശ്ചയിച്ച കരാറുകാരനെ ഏൽപ്പിച്ച തൊഴിലാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉടമയ്ക്ക് ബാധ്യതയില്ല. തൊഴിലാളിയുടെ സുരക്ഷയും ക്ഷേമവും കരാറുകാരന്റെ ബാധ്യതയാണ്. പലരും ഇക്കാര്യത്തിൽ അജ്ഞരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഏതോ തൊഴിലാളി പണി കഴിപ്പിച്ച വീടിന് ഇപ്പോൾ സെസ് അടയ്ക്കേണ്ട സാഹചര്യം വിചിത്രമാണ് എന്ന് ബോക്സ് ന്യൂസ് കൊടുക്കുന്നു. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നുമുണ്ട്. ജയസൂര്യക്കെതിരായ പരാതി രഹസ്യമൊഴി രേഖപ്പെടുത്തി. നടിമാരുടെ വെളിപ്പെടുത്തൽ. അറസ്റ്റിന് ധൃതി വേണ്ടെന്ന് SIT. നടിയുടെ ലക്ഷ്യം കുടുക്കലെന്ന് സിദ്ദിഖ്. നടൻ ബാബുരാജിനെതിരെ പീഡനക്കേസ് എന്നെല്ലാം പറഞ്ഞ് ആ വാർത്ത പോകുന്നു. ജാതി സെൻസസിനെ അനുകൂലിക്കുന്നു എന്ന് RSS പറയുന്നു. തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കരുത് എന്നുമുണ്ട്. സഫലമായത് അർജുന്റെ കൂടി ആഗ്രഹം. കൃഷ്ണപ്രിയ ജോലിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞ വിശദമായ വാർത്ത. ഓപ്പറേഷൻ അറ്റ് ഹോം എന്ന് പറഞ്ഞ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ധാരാളം അനുബന്ധ വാർത്തകളും കൊടുത്തിട്ടുണ്ട്. സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് കേരള പോലീസിൽ ഭൂരിഭാഗവും. അവർക്ക് കലവറയില്ലാത്ത പിന്തുണ ഉണ്ടാകും. കേരള പോലീസിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ഇടപെടലുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ദല്ലാൾമാരെയും ക്രിമിനലുകളെയുമല്ല, പൊതുസമൂഹത്തെ വിശ്വാസത്തിലെടുത്തുള്ള ക്രമസമാധാന പരിപാലനമാണ് ആവശ്യം. ആധുനിക കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ സേനയെ സജ്ജമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് 2 പേജാണ് ഒരു വാർത്തയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ധാരാളം അനുബന്ധ വാർത്തകളുണ്ട്. കർഷക ജീവിതം മെച്ചപ്പെടുത്താൻ 14,235 കോടി രൂപ എന്ന് ഡൽഹിയിൽ നിന്നൊരു വാർത്തയുണ്ട്. കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ 14,235 കോടിയുടെ 7 പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിജിറ്റൽ കൃഷി ദൗത്യം അടക്കമുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസ്. അമാനത്തുള്ള ഖാൻ അറസ്റ്റിൽ. 100 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് ED ആരോപണം. ആം ആദ്മി പാർട്ടിയുടെ മുസ്ലിം വിഭാഗത്തിൽ സ്വാധീനമുള്ള നേതാവാണ് തിങ്കളാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഓഖ്ലയിൽ നിന്നുള്ള MLA-യും വഖഫ് ബോർഡ് മുൻ ചെയർമാനുമായ അമാനത്തുള്ള ഖാൻ. ആന്ധ്രയിലും തെലങ്കാനയിലും പ്രളയം. മരണം 37. യെദിയൂരപ്പയ്ക്കെതിരെ വനിതാ കമ്മീഷൻ. പരാതിക്കാരിയുടെ മരണം അന്വേഷിക്കണമെന്ന് കമ്മീഷൻ പറയുന്നു. അന്താരാഷ്ട്രീയ വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ പണിമുടക്കിൽ സ്തംഭിച്ച് ഇസ്രയേൽ. ബന്ദിമോചനം ആവശ്യപ്പെട്ട് തൊഴിലാളി സംഘടന ആഹ്വാനം ചെയ്ത പണിമുടക്കാണ് ഇസ്രയേലിനെ നിശ്ചലമാക്കിയത്. ബന്ദികൾ കൊല്ലപ്പെട്ടതറിഞ്ഞ് ടെൽ അവീവിൽ പ്രതിഷേധവുമായി ഇറങ്ങിയവരുടെ ചിത്രം സഹിതമാണ് ആ വാർത്ത. ചെങ്കടലിൽ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം. ജർമ്മനിയിൽ പ്രവിശ്യ തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തി തീവ്ര വലതുപക്ഷം. കിയവിൽ വീണ്ടും റഷ്യൻ ആക്രമണം എന്നെല്ലാം വാർത്തകളുണ്ട്. K. ഇസ്മയിലിനെതിരെ CPI ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ സെക്രട്ടറി. പാലക്കാട് നിന്നാണ് വാർത്ത. അതുപോലെ ഉരുൾപൊട്ടൽ. ചാലിയാറിൽ നിന്ന് ഒരു ശരീരഭാഗം കൂടി കണ്ടെടുത്തു എന്ന് പറയുന്നു. ചാലിയാറിലെ അമ്പിട്ടാംപൊട്ടി കടവിൽ നിന്ന് ലഭിച്ച ശരീരഭാഗവുമായി നാട്ടുകാർ വരുന്ന ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. മുണ്ടിനീര്. ആഗസ്റ്റിൽ 6,326 പേർക്ക് രോഗബാധ എന്ന് പാലക്കാട് നിന്നും ഒരു വാർത്തയുണ്ട്. സംസ്ഥാനത്തെ പകർച്ചപ്പനികൾക്ക് പുറമെ മുണ്ടിനീരും പടരുന്നു. കഴിഞ്ഞ മാസം മാത്രം 6,326 പേരാണ് ചികിത്സ തേടിയത്. ഈ വർഷം ഓഗസ്റ്റ് 31 വരെ 40,318 പേർക്ക് രോഗബാധയുണ്ടായി. മാംസ് വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധിയാണ് മുണ്ടിനീര്. പനി, തലവേദന, അസ്വാസ്ഥ്യം, പേശിവേദന, വിശപ്പില്ലായ്മ എന്നിവയാണ് ലക്ഷണങ്ങൾ. മുഖത്തിന്റെ വശത്തെ വേദനയോടെ വീക്കമുണ്ടാകുന്നത് സാധാരണ ലക്ഷണമാണ്. വൈറസ് ബാധിച്ച 16 മുതൽ 18 ദിവസങ്ങൾക്ക് ശേഷമാണ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. തുള്ളി, ഉമിനീർ തുടങ്ങിയ ശ്വാസകോശ സ്രവങ്ങൾ വഴിയും രോഗബാധിതനായ വ്യക്തിയുമായി നേരിട്ട് സമ്പർക്കം
പുലർത്തുന്നതിലൂടെയും വൈറസ് പകരുന്നു എന്ന് പറഞ്ഞ് വിശദമായി പോകുന്നു ആ വാർത്ത. റേഷൻ വ്യാപാരികൾ വീണ്ടും സമരത്തിലേക്ക്. സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് റേഷൻ വ്യാപാരികൾ വീണ്ടും സമരത്തിലേക്ക്. തീരുമാനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന യോഗശേഷം പ്രഖ്യാപിക്കുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിമാസ വേതനം മുൻകൂർ അനുവദിച്ചെന്ന് ധനമന്ത്രി പറഞ്ഞെങ്കിലും ജൂലൈയിലെ കമ്മീഷൻ പോലും ലഭിച്ചിട്ടില്ല. ഉത്സവ ഭത്ത 1000 രൂപയിൽ കുറയാതെ അനുവദിക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ ആവശ്യപ്പെട്ടു എന്നെല്ലാം പറഞ്ഞ് ആ വാർത്തയും പോകുന്നു. ഇത്രയൊക്കെയാണ് മാധ്യമം ദിനപത്രത്തിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ള വാർത്തകൾ. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി.